നമ്മുടെ ഭൂമി ഒരു ഡോണറ്റ് ഷേപ്പ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു ക്യൂബ് ഷേപ്പ്, അതുമല്ലെങ്കിൽ ഉള്ളിൽ ഒന്നുമില്ലാത്ത ഹോളോ എർത്ത്, അങ്ങനെ 7 ഡിഫറെന്റ് ഷേപ്പ്. കേൾക്കാൻ ക്രേസി ആയി തോന്നാം, പക്ഷെ സയൻസ് പ്രകാരം ഇതിൽ ചിലത് തിയററ്റിക്കലി പോസിബിൾ ആണ്. ചില ഷേപ്പുകളിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പോലും പറ്റും. സോ വീഡിയോയുടെ അവസാനം അഡ്വാൻസ്ഡ് ഏലിയൻ സിവിലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനറ്റിനെ പറ്റി പറയുന്നുണ്ട്. സോ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കിയിടുക. ആദ്യത്തെ ഡോണറ്റ് ഷേപ്പ് ആണ്. ഭൂമി ഒരു റൗണ്ട് ഷേപ്പിന് പകരം ഡോണറ്റ് ഷേപ്പ്. കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നാം, പക്ഷെ തിയററ്റിക്കലി അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ടാകാം. സയൻസിൽ ഇതിനെ ടോറസ് എർത്ത് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഗ്രാവിറ്റി ഇന്നത്തെ ഭൂമിയെ പോലെ ആയിരിക്കില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് ഗ്രാവിറ്റി മാറും. ഇപ്പോഴുള്ള ഭൂമിയിൽ സർഫസ് ഗ്രാവിറ്റി ഏകദേശം 1G ആണ്. G മീൻസ് ഗ്രാവിറ്റി. സോ ഡോണറ്റ് എർത്തിൽ സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ ഭാഗത്തേക്ക് പോയാൽ ഗ്രാവിറ്റി ഏകദേശം 0.65 മാത്രമാകും. ഭൂമധ്യ ഭാഗത്തേക്ക് പോയാൽ അത് വെറും 0.03 ഗ്രാവിറ്റി വരെ കുറയും. അതായത് നിങ്ങൾക്ക് മാർസിൽ നടക്കുന്നത് പോലെ ചാടി ചാടി നടക്കാൻ പറ്റും, ലൈക്ക് ജോൺ കാർട്ടർ മൂവി പോലെ. ഇവിടുത്തെ മൂണിനും വലിയ പ്രശ്നമുണ്ടാവും. മൂൺ ഡോണറ്റിന്റെ നടുവിലെ ഹോളിലേക്ക് ആകർഷിക്കപ്പെട്ട് മുകളിലേക്കും താഴേക്കും ഓക്സിലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡോണറ്റ് ഷേപ്പിന്റെ പുറഭാഗങ്ങളിലെ ഗ്രാവിറ്റി കാരണം ഫിഗേർഡ് 8 പാറ്റേണിൽ ഓർബിറ്റ് ചെയ്യാം. ഇതിന്റെ ഫലമായി കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും സാധാരണ പോലെ ഉണ്ടാകില്ല. കടൽ നിരപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനാൽ തീരപ്രദേശങ്ങളിലുള്ള പല നഗരങ്ങളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. വെതറും വലിയ പ്രശ്നമാണ്. ശക്തമായ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അതിശക്തമായ മഴ, വരൾച്ച തുടങ്ങിയ എക്സ്ട്രീം വെതർ ഇവന്റ്സ് പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാലും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ചില സ്ഥലങ്ങൾ താമസയോഗ്യമല്ലാതാകും. ലോ ഗ്രാവിറ്റി കാരണം ട്രാവൽ ബുദ്ധിമുട്ടാകും, പക്ഷെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഡംബൽ എർത്താണ്. ഭൂമി ഒന്നല്ല, 2 ഭൂമികളാണ്. പക്ഷെ അവ രണ്ടും പൂർണ്ണമായും വേർപിരിഞ്ഞിട്ടില്ല. നടുവിലൊരു പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ലൈക്ക് ജിമ്മിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡംബൽ പോലെ. കാണാൻ വളരെ കൂളായിരിക്കും, പക്ഷെ ഇവിടെ ജീവിക്കുന്നത് അത്ര ഈസിയല്ല. കാരണം ഈ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രാവിറ്റിയാണ്. 2 വലിയ ഭൂഭാഗങ്ങളും നടുവിലുള്ള ഭാഗം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മിഡിൽ സെക്ഷനിൽ ഗ്രാവിറ്റി വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ ഈ ഭാഗത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല 2 ഭാഗങ്ങളിലേക്ക് വലിക്കപ്പെടും. ഇതിലും വലിയ പ്രശ്നം ഭൂമിയുടെ ഉള്ളിലാണ്. 2 മാസീവ് ഭൂഖണ്ഡങ്ങളും നിരന്തരം വലിക്കുന്നത് കൊണ്ട് മിഡിൽ സെക്ഷനിൽ വലിയ സ്ട്രെസ് ഉണ്ടാവും. ഇതിന്റെ ഫലമായി തുടർച്ചയായ വലിയ എർത്ത്-ക്യൂക്ക്, മാഗ്മ എക്സ്പ്ലോഷൻ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സയൻസ് പറയുന്നത് ഇത്തരം ഒരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ആ മിഡിൽ സെക്ഷൻ ഇവന്റ്ലി പൊട്ടി ഭൂമി 2ആയി ചേർക്കപ്പെടാനും സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതും വലിയ ചലഞ്ച് ആയിരിക്കും. ചില ഭാഗങ്ങളിൽ ഗ്രാവിറ്റി കാരണം യാത്ര തന്നെ പറ്റാത്ത അവസ്ഥ വരാം. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, 2 ഔട്ടർ സൈഡിലും ജീവിക്കുന്നവർക്ക് ഭൂമി ഏകദേശം ഇന്നത്തെ ഭൂമി പോലെ തന്നെ അനുഭവപ്പെടും. ഗ്രാവിറ്റി, അറ്റ്മോസ്ഫിയർ, വെതർ എന്നിവയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു വിചിത്ര കാര്യം സംഭവിക്കും. 2 ഭാഗങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം കോണ്ടാക്ട് ഇല്ലാതെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ടെക്നോളജി, ലാംഗ്വേജ്, കൾച്ചർ, സൊസൈറ്റി എല്ലാം വേറെ രീതിയിലേക്ക് മാറും. അതിലും കൂടുതൽ അനിമൽസ്, പ്ലാന്റ്, എന്തിനു പറയണം മൈക്രോ ഓർഗാനിസം വരെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്പീഷീസ് ആയി ഇവോൾവ് ചെയ്യാം. അങ്ങനെ നോക്കിയാൽ ഡംബൽ എർത്ത് ഒരു പ്ലാനറ്റ് മാത്രമല്ല, ഒരു പ്ലാനറ്റിലുള്ള 2 വ്യത്യസ്ത ലോകങ്ങൾ പോലെയായിരിക്കും. മൂന്നാമത്തെ എലിപ്സോയിഡ് ഷേപ്പാണ്. അതായത് ഒരു മുട്ടയുടെ ഷേപ്പ് പോലെ. ആദ്യനോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, പക്ഷേ ഈ ഷേപ്പ് ഭൂമിയിലെ ജീവിതത്തെ പല രീതിയിൽ മാറ്റിമറിക്കും. ഏറ്റവും വലിയ മാറ്റം ഗ്രാവിറ്റിയിലായിരിക്കും. ഇന്നത്തെ എർത്തിൽ ഗ്രാവിറ്റി മിക്ക സ്ഥലങ്ങളിലും ഒരുപോലെയാണ്, പക്ഷേ എലിപ്സോയിഡ് എർത്തിൽ അത് മാറും. മുട്ടയുടെ ഷേപ്പ് പോലെ നാരോ ആയ ഭാഗങ്ങളിൽ ഗ്രാവിറ്റി കൂടുതൽ ശക്തമാകും. അതേസമയം വൈഡ് ആയ ഭാഗങ്ങളിൽ ഗ്രാവിറ്റി കുറവായിരിക്കും. അതായത് ഭൂമിയുടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭാരം അനുഭവപ്പെടും. മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ ശരീരം കുറച്ച് ലൈറ്ററായി തോന്നാം. വെതറും ഇന്നത്തെ എർത്ത് പോലെ ആയിരിക്കില്ല. വളരെ വിശാലമായ ട്രോപ്പിക്കൽ സൂൺസ് ആയി മാറും. ഇവിടെ ചൂടുള്ള കാലാവസ്ഥയും മൃദമായ മഴക്കാടുകളും ഉണ്ടാകാം. അതേസമയം നാരോ ആയ പോളാർ റീജിയൻസിൽ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ഇന്നത്തെ ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളെക്കാൾ കൂടുതൽ തണുപ്പും എക്സ്ട്രീം വെതറും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ വർഷം മുഴുവൻ നോർമൽ ക്ലൈമറ്റ് ആയിരിക്കും, പക്ഷെ വേറെ സ്ഥലങ്ങളിൽ ക്രൂരമായ ചൂടോ അതിശക്തമായ തണുപ്പോ ആയിരിക്കും. പക്ഷെ ഡോണറ്റ് എർത്ത് അല്ലെങ്കിൽ ഡംബൽ എർത്ത് പോലെ ഡേഞ്ചർ അല്ല. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റിയ ആൾട്ടർനേറ്റീവ് എർത്ത് ഷേപ്പിൽ ഒന്നാണ് എലിപ്സോയിഡ് എർത്ത്. കുറച്ച് വ്യത്യസ്തമായ ഗ്രാവിറ്റി, കുറച്ച് വ്യത്യസ്തമായ വെതർ, കുറച്ച് വ്യത്യസ്തമായ ജിയോഗ്രാഫി, അത്രമാത്രം. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ എഗ് ഷേപ്ഡ് എർത്തിൽ ഉണർന്നാൽ ആദ്യം അത് വിചിത്രമായി തോന്നും, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നിങ്ങളോട് അഡാപ്റ്റ് ചെയ്യുകയും സാധാരണ ജീവിതം തുടരുകയും ചെയ്യും. നാലാമത്തെ ഫ്ലാറ്റ് എർത്ത് ആണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു ഷേപ്പ്. പക്ഷെ ആദ്യം ഒരു കാര്യം ക്ലിയർ ആക്കാം. സയൻസ് പ്രകാരം ഫ്ലാറ്റ് എർത്ത് എന്നൊരു പ്ലാനറ്റ് പ്രാക്ടിക്കലി ഇംപോസിബിൾ ആണ്. കാരണം വലിയ സെലസ്റ്റൈൽ ബോഡീസ് എല്ലാം ഗ്രാവിറ്റി കാരണം സ്വാഭാവികമായി സ്പിയർ ഷേപ്പിലേക്ക് മാറും. അതായത് നമ്മുടെ ഭൂമി ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ് ആയിരിക്കാനും കഴിയില്ല. എന്നാലും ഒരു നിമിഷം നമുക്ക് ഇമാജിൻ ചെയ്യാം, ഭൂമി ശരിക്കും ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു?
ആദ്യ പ്രശ്നം എയർ പ്രഷർ ആയിരിക്കും. ഗ്രാവിറ്റി ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് കൂടുതൽ വായുവിനെ വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സെൻട്രൽ എയർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. എന്നാൽ എഡ്ജിലേക്ക് പോകുന്തോറും വായു കുറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലാറ്റ് എർത്തിന്റെ പുറം ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ പോലും ലഭിക്കില്ല. അതേസമയം സെൻട്രൽ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മറ്റൊരു പ്രശ്നം കൂടെ വരും. അവിടെ എയർ പ്രഷർ വളരെ കൂടുതലായതിനാൽ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഇതിലും വലിയ പ്രശ്നം ഭൂമിയുടെ ഉള്ളിലാണ്. സോ ഇന്നത്തെ ഭൂമിയിൽ മോൾട്ടൻ കോർ ഉണ്ട്. അതാണ് ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സൂര്യനിൽ നിന്ന് വരുന്ന ഡേഞ്ചറസ് ആയ സോളാർ റേഡിയേഷനെ തടയുന്നത്. ഫ്ലാറ്റ് എർത്തിൽ ഇത്തരം ഒരു കോർ ഉണ്ടാകില്ല. സോ അതുകൊണ്ട് ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ അന്തരീക്ഷം ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങും. അന്തരീക്ഷം ഇല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നേരിട്ട് ഭൂമിയിൽ പതിക്കും. അതിന്റെ മീനിങ് മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഉൾപ്പെടെ ഭൂമിയിലെ ജീവജാലങ്ങളിലെല്ലാം ശക്തമായ റേഡിയേഷൻ എക്സ്പ്ലോഷർ നേരിടേണ്ടി വരും. ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ പറ്റാത്ത ഒരു ലോകമായി മാറും. അതിനാൽ ഫ്ലാറ്റ് എർത്ത് കാണാൻ സിമ്പിൾ ആണെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അത് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്ലാനറ്റ് ഷേപ്പിൽ ഒന്നായിരിക്കും. അതാണ് സയൻസ് പറയുന്നത്. ഭൂമി ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ നമ്മളിന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അഞ്ചാമത്തെ ക്യൂബ് എർത്ത് ആണ്. അതായത് ഒരു വലിയ പെട്ടിയുടെ ഷേപ്പ്. ആദ്യ നോട്ടത്തിൽ ഇത് വളരെ കൂളായി തോന്നാം, കാരണം ഭൂമിക്ക് ഇപ്പോൾ 6 വശങ്ങളുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ ഇവിടെ ജീവിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം ഗ്രാവിറ്റി ഇവിടെ വളരെ വിചിത്രമായി പ്രവർത്തിക്കും. ക്യൂബിന്റെ ഓരോ ഫേസിന്റെ സെൻട്രൽ ഭാഗങ്ങളിലാണ് ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുക. അതിനാൽ വെള്ളം, വായു, ജീവജാലങ്ങൾ എല്ലാം ആ സെൻട്രൽ ഭാഗങ്ങളിലേക്ക് വലിക്കപ്പെടും. നിങ്ങൾ സെൻട്രലിൽ നിന്ന് എഡ്ജിലേക്ക് നടക്കാൻ ശ്രമിച്ചാൽ ഒരു വലിയ കുന്ന് കയറുന്നത് പോലെ ആയിരിക്കും. കാരണം ഗ്രാവിറ്റി നിങ്ങളെ വീണ്ടും സെൻട്രലിലേക്ക് വലിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുക ഓരോ ഫേസിന്റെയും സെൻട്രൽ ഭാഗങ്ങളിൽ മാത്രമായിരിക്കും. ഇവിടെ കടലും അതേ അവസ്ഥയാണ്. ഭൂമിയിലെ മുഴുവൻ വെള്ളവും ക്യൂബിന്റെ 6 ഫേസുകളുടെ സെൻട്രൽ ഭാഗങ്ങളിലേക്ക് ഒഴുകിച്ചേരും. അതിനാൽ ഓരോ സൈഡിലും ഒരു വലിയ കടൽ രൂപപ്പെടും. പക്ഷേ എഡ്ജിലും കോർണറിലും വെള്ളം ഉണ്ടാകില്ല. അവിടെ ബേരൻ ലാൻഡായി മാറും. ജീവൻ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു പ്രശ്നം യാത്രയാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകണമെങ്കിൽ ക്യൂബിന്റെ എഡ്ജ് കടക്കണം. പക്ഷേ ഗ്രാവിറ്റി കാരണം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓരോ സൈഡിലും ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം വേറിട്ട സിവിലൈസേഷനായി മാറാൻ സാധ്യതയുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ഓരോ സൈഡിലും വേറിട്ട കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ടെക്നോളജീസ് എല്ലാം ഡിഫറൻ്റ് ആയി ഇവോൾവ് ചെയ്യാം. വെൽത്തും ഓരോ സൈഡിലും ഡിഫറൻ്റ് ആയിരിക്കും. ആറാമത്തെ ഹോളോ എർത്ത് ആണ്. ഇപ്പം നമ്മൾ എത്തിയത് ഏറ്റവും വിചിത്രമായ എർത്ത് ഷേപ്പിലേക്കാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ ഭൂമിയെ പോലെ തോന്നാം, പക്ഷെ ഉള്ളിൽ ഒന്നുമില്ല. ഇതാണ് ഹോളോ എർത്ത്. പല ആൾട്ടർനേറ്റീവ് എർത്ത് ഷേപ്പുകൾ തിയറി പ്രകാരമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹോളോ എർത്ത് അതിൽ പെടുന്നില്ല. കാരണം ഫിസിക്സ് പ്രകാരം ഇത്തരമൊരു ഭൂമി സ്വന്തം ഗ്രാവിറ്റി കാരണം സ്വയം തകർന്നു വീഴും. ഇത്രയും വലിയ മാസുള്ള ഒരു പ്ലാനറ്റ് ഹോളോ ആയി നിലനിൽക്കാൻ കഴിയില്ല. ഗ്രാവിറ്റി ഇതിനെ അകത്തേക്ക് വലിച്ച് അവസാനം വീണ്ടും ഒരു ചെറിയ ഗോളമാക്കി മാറ്റും. പക്ഷേ ഒരു നിമിഷം ഇമാജിൻ ചെയ്യാം, എങ്ങനെയോ ഹോളോ എർത്ത് കൊളാപ്സ് ചെയ്യാതെ നിലനിൽക്കുന്നു എന്ന്. അപ്പോൾ ആദ്യ പ്രശ്നം അന്തരീക്ഷമായിരിക്കും. ഇന്നത്തെ എർത്തിൽ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിയുടെ മോൾട്ടൻ കോറാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹോളോ എർത്തിൽ കോറില്ല. കോറില്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ അന്തരീക്ഷം സേഫ് ആയിരിക്കില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അന്തരീക്ഷം ബഹിരാകാശത്തിലേക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. അന്തരീക്ഷം ഇല്ലെങ്കിൽ ഭൂമിയിലെ ജീവൻ അവസാനിക്കും. അത് മാത്രമല്ല, അന്തരീക്ഷം ഇല്ലാതായതിനാൽ സൂര്യനിൽ നിന്ന് വരുന്ന ഡേഞ്ചറസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ, സോളാർ വിൻഡ്, കോസ്മിക് റേസ് ഇതെല്ലാം നേരിട്ട് ഭൂമിയിൽ പതിക്കും. പകൽ സമയത്ത് തന്നെ ഭൂമിയുടെ ഉപരിതലം ഒരു റേഡിയേഷൻ ഓവൻ പോലെ ആയിരിക്കും. ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗുരുതര റേഡിയേഷൻ പോയ്സണിംഗ് നേരിടേണ്ടി വരും. പക്ഷേ ഏറ്റവും വിചിത്രമായ പ്രശ്നം ഗ്രാവിറ്റി തന്നെയാണ്. ഹോളോ എർത്തിന്റെ മാസ് മുഴുവൻ പുറം ഷെല്ലിലാണ് ഉള്ളത്. ഫിസിക്സ് പ്രകാരം ഇത്തരമൊരു ഹോളോ സ്ഫിയറുടെ ഉപരിതലത്തിൽ ഗ്രാവിറ്റി വളരെ വീക്ക് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഹോളോ എർത്ത് സിനിമകളിലും കോൺസ്പിറസി തിയറീസിലും കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും സയൻസ് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ഹോളോ എർത്ത് റിയാലിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് തകർന്നു പോകുകയോ അന്തരീക്ഷം നഷ്ടപ്പെടുകയോ റേഡിയേഷൻ കൊണ്ട് ജീവൻ ഇല്ലാതാകുകയോ ചെയ്യും. സോ അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ് എർത്ത് ഷേപ്പുകളിൽ ജീവിക്കാൻ ഏറ്റവും മോശമായ പ്ലാനറ്റുകളിൽ ഒന്നാണ് ഹോളോ എർത്ത്. ഏഴാമത്തെ ഓൾട്രസൺ ഡിസ്ക് ആണ്. അവസാനം നമ്മൾ എത്തിയത് ഒരു പ്ലാനറ്റിലേക്കല്ല, ഒരു മെഗാ സ്ട്രക്ചറിലേക്കാണ്. ഇതൊരു ഭൂമിയെ പോലെ റൗണ്ട് പ്ലാനറ്റ് അല്ല, പകരം ഒരു ഭീമൻ DVD അല്ലെങ്കിൽ CD പോലെ ഒരു ഡിസ്ക് ആണ്. അതിന്റെ നടുവിൽ ഒരു വലിയ ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിന്റെ മധ്യഭാഗത്ത് ഒരു സൂര്യൻ ഉണ്ടാകും. അതായത് ഒരു സൂര്യൻ. ആദ്യ നോട്ടത്തിൽ ഇത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന ഒരു ലോകം പോലെ ആയിരിക്കും. പക്ഷെ ചില ഫിസിസിസ്റ്റ് പറയുന്നത് അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷനെ തിയറി പ്രകാരം ഇത്തരം ഒരു സ്ട്രക്ചർ നിർമ്മിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അതിനുവേണ്ട മെറ്റീരിയൽ ചിന്തിച്ചാൽ തന്നെ മനുഷ്യന്മാർക്ക്
തലകറങ്ങും. കാരണം എർത്ത്, മാർസ് കൂടാതെ കുറെ പ്ലാനറ്റ്സിലുള്ള മിനറൽസ് മുഴുവൻ ഖനനം ചെയ്താൽ മാത്രമേ ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. അതായത് ഓൾട്രാസൗണ്ട് ഡിസ്ക് ഉണ്ടാക്കാൻ നിരവധി പ്ലാനറ്റ്സ് തന്നെ നശിപ്പിക്കേണ്ടി വരും. കാരണം അതിന്റെ സൈസ് ആണ് ഏറ്റവും പ്രാന്തൻ കാര്യം. നമ്മുടെ എർത്തിന്റെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ ഓൾട്രാസൗണ്ട് ഡിസ്കിന്റെ ഏകദേശം 241 മില്യൺ കിലോമീറ്റേഴ്സ് വരെ ആയിരിക്കും. അതായത് എർത്തിന് 40,000 ആണെങ്കിൽ ഓൾട്രാസൗണ്ട് ഡിസ്കിന്റെ 241 മില്യൺ വരെ ആയിരിക്കും. അതായത് നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ഭൂമിയേക്കാൾ എത്രയോ വലുത്. ഈ ഡിസ്കിൽ ബില്യൺസ് അല്ല ട്രില്യൺസ് ഓഫ് പീപ്പിൾസ് വരെ ജീവിക്കാൻ കഴിയും. എന്നാൽ മുഴുവൻ ഡിസ്കിലും ജീവിക്കാൻ പറ്റില്ല. കാരണം ഡിസ്കിന്റെ സെൻട്രൽ ഹോളിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ സൂര്യൻ അടുത്തായതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. അവിടെ ജീവൻ നിലനിൽക്കാൻ സാധിക്കില്ല. അതേസമയം ഡിസ്കിന്റെ പുറം എഡ്ജിലേക്ക് പോയാൽ മറ്റൊരു പ്രശ്നം കൂടി വരും. സൂര്യനിൽ നിന്ന് വളരെ ദൂരെയായതിനാൽ കൊടും തണുപ്പായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യർക്ക് താമസിക്കാൻ കഴിയുക ഡിസ്കിന്റെ നടുവിലെ ഒരു ഹാബിറ്റബിൾ ഏരിയയിൽ മാത്രമായിരിക്കും. പക്ഷെ അതിലും വലിയൊരു അപകടമുണ്ട്. ഈ സ്ട്രക്ചർ അത്രയും മാസീവ് ആയതിനാൽ സ്വന്തം ഗ്രാവിറ്റി കാരണം അത് സ്ഥിരത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഡിസ്ക് അകത്തേക്ക് കൊളാപ്സ് ചെയ്യാൻ തുടങ്ങും. കൊളാപ്സ് തുടരുകയാണെങ്കിൽ അവസാനം ഒരു ബ്ലാക്ക് ഹോൾ വരെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ട്രില്യൺസ് ഓഫ് ആളുകൾ ജീവിക്കുന്ന ഒരു ലോകം ഒരു കോസ്മിക് ഡിസാസ്റ്ററായി മാറും. അതിനാൽ ഓൾട്രാസൗണ്ട് ഡിസ്ക് കാണാൻ ഏറ്റവും ഇമ്മർസീവ് ആയ ഒരു സ്ട്രക്ചർ ആണെങ്കിലും അത് നിർമ്മിക്കാൻ തന്നെ ഏതാണ്ട് അസാധ്യമാണ്. മേ ബി ഏതെങ്കിലും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദൈവത്തെ പോലെ ഏലിയൻസ് ഒരു വിശ്വാസമല്ല. ഞാൻ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും. ഭൂമിയിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുക. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.